യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടൻ നടപ്പിലാക്കുമെന്ന അറിയിപ്പ് ദുരൂഹമെന്ന് അഭിഭാഷകൻ. വധശിക്ഷ ഉടൻ നടപ്പാക്കും എന്നറിയിച്ച് നിമിഷപ്രിയയ്ക്ക് ലഭിച്ച ഫോൺ കോൾ അജ്ഞാതം. വധശിക്ഷ ഉടൻ നടപ്പാക്കുമെന്ന് പറയുന്ന നിമിഷപ്രിയയുടെ ശബ്ദരേഖ പുറത്തുവന്നിരുന്നു. വനിതാ അഭിഭാഷക എന്നവകാശപ്പെട്ട് സനായിലെ ജയിലിലേക്ക് വിളിച്ച ഫോൺ കോളിലാണ് വധശിക്ഷ ഉടൻ നടപ്പാക്കുമെന്ന് നിമിഷപ്രിയയെ അറിയിച്ചത്. അമ്മയ്ക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലാണ് നിമിഷപ്രിയ ഇക്കാര്യം അറിയിച്ചത്. കുറച്ചു നേരം മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചൊരു ലോയർ സ്ത്രീ, വേറൊരു ലോയർ സ്ത്രീ, കഴിഞ്ഞ ദിവസം അബ്ദുൽ ഫത്തയെ കണ്ട ലോയർ സ്ത്രീ അല്ല, വേറൊരു ലോയർ സ്ത്രീ, അവരെന്നെ ഫോണിൽ, ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? എന്താണ് കാര്യം? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടോ? എന്നാൽ ഇത്തരമൊരു ഫോൺ കോളിനെ പറ്റി അറിയില്ലെന്നാണ് നിമിഷപ്രിയയുടെ അഭിഭാഷകർ അറിയിക്കുന്നത്. വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പൊന്നും ലഭിച്ചതായി ഇന്ത്യൻ എംബസിയും സ്ഥിരീകരിച്ചിട്ടില്ല. നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ശ്രമം തുടരുന്നതിനിടെയാണ് ദുരൂഹ ഫോൺ കോൾ. എന്നാൽ ആരാണ് ഈ വനിതാ അഭിഭാഷക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 2009 പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയ യമനിൽ ജോലിക്കെത്തിയത്. 2015 സനായിൽ യമനി പൗരനായ തലാൽ അബ്ദു മെഹദിയുടെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക് ആരംഭിച്ച നിമിഷപ്രിയ യമനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് അവിടെ കുടുങ്ങിയിരുന്നു. ഈ കാലങ്ങളിൽ തലാലിൽ നിന്ന് കടുത്ത ശാരീരിക മാനസിക ചൂഷണങ്ങൾ ഉണ്ടായെന്നാണ് ആരോപണം. 2017 ക്ലിനിക്കിലെ യമൻ പൗരയായ മറ്റൊരു ജീവനക്കാരിക്കൊപ്പം തലാൽ അബ്ദു മെഹദിയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2020 വിചാരണ കോടതി വധശിക്ഷ വിധിച്ച കേസിൽ ബ്ലഡ് മണി നൽകി നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചിരുന്നില്ല. അതിനിടയിലാണ് ദുരൂഹ ഫോൺ കോൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.